ഈ അക്കാലത്ത് ഈ സമൂഹത്തിൽ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് സമൂഹം പതുക്കെ മാറിത്തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. സാറിൻ്റെ കൗമാരമൊക്കെ വരുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് സാറിൻ്റെ അച്ഛൻ സാറിനെ തോളിലെടുത്ത് വെച്ചിട്ട് പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അത് ഉണ്ടാവുന്നത് അത് SNDP ആണെന്ന് ശ്രീനാരായണ ഗുരു. ഇന്നത്തെ SNDP ആയിട്ട് ബന്ധപ്പെടുത്തരുത്. അന്ന് SNDP എന്ന് പറയുന്നത് ജാതിക്കെതിരായും ഉച്ചനീതിക്കെതിരായിട്ടും പോരാടുന്ന ഒരു സംഘടനയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ കാരണവരാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അന്ന് ശാഖയുടെ ഓഫീസ് വെറും തരിമണലാണ്, സിമൻ്റ് ഇട്ടതല്ല. അപ്പോൾ കുട തന്നുകൂടി ഞങ്ങളുടെ അടുത്ത്. ഞങ്ങളുടെ കൊണ്ട് ഈ കുട കൊത്തിച്ച് അവിടെ അച്ഛൻ വലിയച്ഛനുണ്ടെന്നാണ് വെപ്പ്. എന്നിട്ട് ഇവർ കമ്മിറ്റി കൂടും, ഇതെല്ലാം കേൾക്കുമായിരുന്നു. അതുപോലെ അവിടെ കായിക വിനോദം ഉണ്ടായിരുന്നു. ഞാനതിന് പോകാറില്ല. സാഹിത്യ മത്സരം, അക്ഷരശ്ലോകം, അതിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. അക്ഷരശ്ലോകത്തിൽ പങ്കെടുത്തിരുന്നു. ഒരു ഘട്ടം വന്നപ്പോൾ രണ്ടെണ്ണം എനിക്ക് ആദ്യം ഓർമ്മയുണ്ട്. അച്ഛൻ ഉള്ളപ്പോൾ തന്നെയാണ്. ഒന്ന് ഈ പ്രസംഗം കേൾക്കാൻ കൊണ്ടുപോയതാണ് C. കേശവൻ. ജയിലിൽ കിടന്നു. C. കേശവനെന്ന് പറയുന്നത് ഒരു സിംഹം ആണെന്നൊക്കെയുള്ള രീതിയിലാണ്. ഒന്ന് വലിയ ഒരു പോരാളിയായിരുന്നല്ലോ. 10 കൊല്ലം ജയിലിൽ കിടന്ന ആളാണ് C. കേശവൻ. പുറത്തു വന്നൊരു വലിയ സ്വീകരണം കൊടുത്തു. കിടങ്ങാമ്പുറം മൈതാനം. മാപ്പിളയായിരുന്നു അധ്യക്ഷൻ. TM വർഗീസ്. ഒരാളുടെ 2 ഇഞ്ച് പൊക്കമുണ്ട്. ഒരെല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഒരാളുണ്ട്. ആ ജ്യേഷ്ഠൻ മരിച്ചുപോയി. VK വേലായുധൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം തൊഴിലാളി നേതാവാണ്. അല്ല, ഒരുപാട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം സുഗതമാഷും ഉണ്ടായിരുന്നു. അത് പറയാം, 1ാം ക്ലാസ്സിൽ. അത് കേൾക്കാൻ അച്ഛൻ്റെ തോളിലാണ് ഞാൻ ഇരുന്നത്. ജനസമുദ്രം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താണ് ഈ പ്രസംഗം, അതിരുന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ സുഗതൻ സാറ് എന്നെ 1ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അന്നെൻ്റെ വീട്ടിൽ ധാരാളം പൂജാദികൾ നടക്കുമായിരുന്നു. ആദിത്യ പൂജ, അത് ഇതെന്നൊക്കെ. അതിൻ്റെ ഈ പ്രസാദം അപ്പം അത് കൊടുക്കുമ്പോൾ എന്തിനാണ് ദൈവം തന്നെ എൻ്റെ ബാക്കിയെന്ന് ചോദിക്കും. അങ്ങനെ. പിന്നെ അദ്ദേഹം മാത്രമേ ചോറിലില്ലാത്ത അധ്യാപകനുള്ളൂ. ചോറ് എടുക്കില്ല. ചില ദിവസം ഞങ്ങൾക്ക് പെപ്പർമെൻറ്റ് മിഠായി തരും എല്ലാവർക്കും. അന്ന് പീപ്പർ മിഠായി എന്നാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ശ്രീധരൻ എന്നാണ്. ശ്രീധരന് ശമ്പളം കിട്ടിക്കാണെന്ന് അച്ഛൻ പറയും. എന്ന് വെച്ചാൽ ശമ്പളം കിട്ടുമ്പോൾ ഈ തുക എടുത്ത് ഞങ്ങൾക്ക് എല്ലാവരും തരും. അങ്ങനെ ഇങ്ങനെ അദ്ദേഹം ഈ യുക്തിവാദത്തിലേക്ക് ഞങ്ങളെ തിരിച്ചിട്ട് അദ്ദേഹമാണ്. അത് വളരെ കാലം തുടർന്ന് പോകുന്നു. അദ്ദേഹം ഞാൻ പോന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ട്രേഡ് യൂണിയനിലേക്ക് പോയി. ഏകദേശം ഞാൻ 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കാണ് കമ്മ്യൂണിസം വരെ അവിടെയൊക്കെ പ്രചരിക്കാൻ തുടങ്ങുന്നത്. അതിൽ അവരുമായിട്ടൊക്കെ ഞാൻ അന്ന് ഞാൻ വായനക്കാരനാണ്. ഇറങ്ങുമ്പോഴേ ഒരു കാര്യത്തിൽ യോജിപ്പില്ലായിരുന്നു. അത് വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം വേണം. അതില്ല. അപ്പം ഞങ്ങളവർക്ക് തർക്കിക്കും. അവർ തീരെ പാവം, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇതൊക്കെ പഠിക്കുന്നവരാണ്. ഞാനിപ്പോഴും ഓടുന്നുണ്ട്, ചിയാങ്ങനങ്ങ് പോയി ചീനപ്പെണ്ണേ ഹോയ്, ചിയാങ്ങൻ ചീരിയെന്ന് ഒളിച്ചുപോയേ ഹോയ്, ഇതൊക്കെ പാട്ടുപാടും. അതൊക്കെ അവർ അറിഞ്ഞിരിക്കുന്നു. ഇവിടെ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത സാധാരണക്കാരനെ ഇത് പഠിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരു അവയർനെസ്സുണ്ട് വേൾഡ് ഇവൻസിനെ കുറിച്ച്. എൻ്റെ അച്ഛൻ പേരിട്ടതും എനിക്ക് സാനു എന്നാണ്. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകന് ലെനിൻ എന്നാണ് പേരിട്ടത്. അപ്പോൾ അച്ഛന് ഒരു ആഭ്യകം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ദൈവവിശ്വാസിയായിരുന്നു. വളരെ ഉറച്ച ആസ്തിക്യബോധം ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ അച്ഛനെ രോഗബാധിതനായി. അച്ഛൻ്റെ ഒരു അവസാനത്തെ ചികിത്സ നടത്തിയത് അന്ന് വെയ്യൂർ നാഗർകോവിലിനടുത്ത് ഒരു മിഷണറി സാഹിബുണ്ടായിരുന്നു, ഡോക്ടർ സോമർവെൽ. കത്തിയും മുരളിയും എന്ന കവിതയിൽ വൈലോപ്പള്ളി അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ ചികിത്സിക്കാൻ ചെന്ന ഒറ്റയ്ക്കാണ്. വീട്ടിൽ സഹോദരന്മാരാരും പോയിട്ട് ആരും വരണ്ട, നിങ്ങൾ വയ്ക്കാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പോൾ അന്നത്തെ ശസ്ത്രക്രിയ ഇന്നത്തെ പോലെ അനസ്തേഷ്യ ഇല്ല, അതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ടാണ് പോയത്. തയ്യാറായിട്ട് പോയപ്പോൾ ഈ ഡോക്ടർ വന്ന് എപ്പോഴും പരിചരിക്കും. അടുത്ത് വന്നിരിക്കും, ചിലപ്പോൾ പാട്ട് പാടും, ചിലപ്പോൾ തമാശ പറയും. അവിടെ ഒരു കാറുണ്ട്, അത് ഓടിച്ച് ആലപ്പുഴ ടൗൺ വരെ അച്ഛനെ കൊണ്ടാക്കിയിട്ടാണ് പോയത്. അറിയിച്ചിരുന്നു ഇന്ന സമയത്ത് അവിടെ അടുത്തുള്ള ആൾ വന്ന് വീട്ടിൽ. അപ്പോൾ ഡോക്ടറോട് അച്ഛൻ പറഞ്ഞു, ഞാൻ ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയും എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനല്ല ഇത് ചെയ്യുന്നത്, ഇത് എന്നിലൂടെ യേശുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു
മനസ്സിൽ പറഞ്ഞ സംഭവമാണ്. രണ്ടാമത്തേത് രോഗസംബന്ധമായി ചോദിക്കുമ്പോൾ ഈ മരണത്തോടടുക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മരുമക്കതായാണ്. പിന്നെ അച്ഛൻ പോയാൽ പിന്നെ അവർ അമ്മയുടെ സ്വത്തൊക്കെ അവിടെ അമ്മയുടെ സഹോദരൻ്റെ കൈവശമായി. അതുകൊണ്ട് മാറണം തോന്നിയിട്ട് ഒരു ചെറിയ വീട് വെച്ച് അയാൾ മാറി. അവിടെ വെച്ച് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിക്കുമ്പോൾ മാഷിക്ക് എത്ര വയസ്സുണ്ടോ? 10 വയസ്സ് 11 ഇടയ്ക്കാണ്. പക്ഷേ ഈ അച്ഛൻ്റെ മരണശേഷം അച്ഛൻ ഈ ജൗളിക്കടയാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി പേര് അച്ഛൻ്റെ അനന്തരവന്മാർ മംഗല കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേര് അച്ഛൻ്റെ സഹോദരിയുടെ പുത്രന്മാർ അത് നടത്തിക്കൊണ്ടുപോയി. അപ്പോൾ അതിനകത്ത് ഈ ഒത്തിരി കടമൊക്കെ ആൾക്കാർ അച്ഛൻ്റെ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കാതെയൊക്കെ പോയിട്ടുണ്ട്. അത് അച്ഛന് കൊടുക്കാനുള്ളതാണ്. അച്ഛൻ ആണല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം ദാരിദ്ര്യം ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി കുടുംബസ്വത്തൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കുടുംബസ്വത്തുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അമ്മയുടെ ഒരു സഹോദരൻ, അയാളെ നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റാത്ത തരത്തിൽ എന്തോ വിചിത്ര ജീവിതമാണ്. നാട്ടുകാർക്ക് എന്താ കടം വാങ്ങിക്കും, അവരുടെ തല്ലുകൊള്ളും. കുറേ കാലം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു വല്ലാത്ത ടൈപ്പാണ്. അമ്മയുടെ സ്ഥലങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അമ്മ ട്വിൻസാണ്. മാഷക്ക് കാണാൻ കഴിഞ്ഞ ഒരു വസ്തുതയുണ്ട്. അമ്മ ഈ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെ വസ്തുക്കൾ വരെ, ഓട്ട് പാത്രങ്ങൾ, പിന്നെ അതുപോലെയുള്ള പല കാര്യങ്ങളുമൊക്കെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒരുപാട് നന്നായി വിറ്റ് സ്വർണം വിറ്റ് ഒക്കെയാണ്. അങ്ങനെയൊക്കെ മാഷ പഠിപ്പിച്ചതൊക്കെ. അതെ.